നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നീണ്ടു നിൽക്കുന്ന ചുമ ഇപ്പോൾ സാധാരണമാണ്. വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കേരള ഹെൽത്ത് സർവീസസിലെ പൾമണറി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ പി സജീവ് കുമാറാണ് നമുക്കൊപ്പമുള്ളത്. നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം പ്രോഗ്രാമിന്റെ തൃശൂർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ കൂടിയാണ് ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ കേൾക്കാമോ? ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്, സാധാരണക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് ചുമ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ഇപ്പോൾ വളരെയേറെ ആളുകളിൽ കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ഡോക്ടർ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഡോക്ടർ, ഇപ്പോൾ ചുമ ഒരു വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ചുമ ഒരു രോഗലക്ഷണമായി നമുക്ക് കാണാൻ സാധിക്കുമോ? എങ്ങനെയാണ് ഈ ചുമയെ വേർതിരിക്കാനാവുന്നത്? എന്തെല്ലാം രോഗങ്ങളുടെ ലക്ഷണമായി ഇതിനെ കാണാനാകും? ചുമ നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ വളരെ സർവ്വസാധാരണമായ ഒരു രോഗലക്ഷണമാണ് ചുമ. ചുമ നാം പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന ജലദോഷപ്പനി മുതൽ ഗൗരവതരമായ ശ്വാസകോശ രോഗം വരെ ചുമ മൂലം അല്ലെങ്കിൽ ചുമ ലക്ഷണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ചുമ നമ്മൾ സാധാരണ കാണുന്ന ജലദോഷപ്പനിയിൽ ചുമ തനിച്ചോ അല്ലെങ്കിൽ അനുബന്ധ ലക്ഷണങ്ങളോടുകൂടെയോ ആണ് കാണാറ്. പനി, ചുമ, തൊണ്ടവേദന, തലവേദന, ശരീരവേദന തുടങ്ങിയവയൊക്കെ സാധാരണഗതിയിലുള്ള ജലദോഷപ്പനിയിലോ ഫ്ലൂ പോലെയുള്ള അവസ്ഥയിലൊക്കെ കാണാറുണ്ട്. എന്നാൽ ഗൗരവമായിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളിൽ ചുമ വരുമ്പോൾ ഈ ചുമയോടൊപ്പം തന്നെ കഫവും അതുപോലെ തന്നെ കടുത്ത പനിയോ മറ്റ് ശ്വാസകോശ ലക്ഷണങ്ങളായ ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ നെഞ്ചുവേദന, കിതപ്പ് എല്ലാം കണ്ടുവരുന്നുണ്ട്. നാം ഈ സാധാരണ കാണുന്ന അസുഖങ്ങളാണെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. അതായത് മൂക്ക്, തൊണ്ട, അതുപോലെ തന്നെ നമ്മുടെ സൈനസുകളെ ബാധിക്കുന്ന അസുഖങ്ങളിൽ ചുമ ഉണ്ടാകാറുണ്ട്. അത്തരം രോഗങ്ങളിൽ കാണുന്ന ചുമ പലപ്പോഴും മാക്സിമം 3-4 ആഴ്ചകൾ കൊണ്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാകാറുണ്ട്. ചുമ മാറിപ്പോകുന്നതാണ് കാണുന്നത്. ഇതിനെ നമ്മൾ അക്യൂട്ട് കോഫ് എന്നാണ് വിളിക്കുന്നത്, അക്യൂട്ട് കോഫ്. എന്നാൽ പലപ്പോഴും ഈ ഒരു കാലാവധിക്ക് അപ്പുറത്തേക്ക് ഗൗരവതരമായ പല കണ്ടീഷനുകളിലും ചുമ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ നമ്മൾ ക്രോണിക് കോഫ് എന്ന് പറയും. ഈ ക്രോണിക് കോഫ് എന്ന് വിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ 8 ആഴ്ചയ്ക്ക് അപ്പുറം നീണ്ടു നിൽക്കുന്ന ചുമയെയാണ് ക്രോണിക് കോഫ് എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. ക്രോണിക് കോഫ് പലപ്പോഴും കഫമുള്ള ചുമയും കഫമില്ലാത്ത ചുമയുമായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ പൊതുവെ ചുമയെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ ചുമയെ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് മെക്കാനിസം എന്നുകൂടി ചികിത്സകർ വിലയിരുത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാം വായു അകത്തേക്ക് ശ്വസിക്കുമ്പോൾ ഈ വായുവിലൂടെ രോഗകാരികളായിട്ടുള്ള പല ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു പൊടിപടലങ്ങൾ, അലർജൻസ് എന്നിവ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ പുറന്തള്ളാനുള്ള സഹജമായ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയുടെ ഭാഗമായി ശ്വാസകോശങ്ങളുടെ ഒരു റിഫ്ലക്സ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ട് ചുമ പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ മ്യൂക്കോസീലിയറി ക്ലിയറൻസ് മെക്കാനിസം. അതായത് നമ്മുടെ മൂക്കിനകത്തുള്ള രോമങ്ങൾ മുതൽ ട്രക്കിയ, ശ്വാസനാളി, അതുപോലെ തന്നെ ശ്വാസകോശങ്ങൾ, അതിലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ബ്രോങ്കൈ തൊട്ട് ആൽവിയോലസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു മെക്കാനിസമാണ് മ്യൂക്കോസിലിയറി ക്ലിയറൻസ്. എന്തെങ്കിലും അകത്തോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അതിനെ ഈ മ്യൂക്കോസിലിയറി ക്ലിയറൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് തള്ളിക്കളയാനുള്ള ഒരു പ്രവണത നമ്മുടെ ശരീരത്തിന്റെ അനാറ്റമി ഘടന അനുസരിച്ച്, അതുപോലെ തന്നെ ശ്വാസകോശങ്ങളുടെ ഘടനയനുസരിച്ചും ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്ന പ്രവേശന മാർഗങ്ങളിലൂടെയുള്ള ഘടനയനുസരിച്ചും പലപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചുമയെ നമ്മൾ സമീപിക്കുന്നത് ഹ്രസ്വകാല ചുമ എന്നുള്ള രീതിയിലും സമീപിക്കാം, ദീർഘകാല ചുമ എന്നുള്ള രീതിയിലും സമീപിക്കാവുന്നതാണ്. പലപ്പോഴും ഇതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
കഫമുള്ള ചുമയും കഫം ഇല്ലാത്ത ചുമയും ആ രീതിയിലും ചികിത്സകർ ചുമയെ വേർതിരിച്ച് കാണാറുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ചുമ ഹ്രസ്വകാല ചുമയുമുണ്ട്, ദീർഘകാല ചുമയുമുണ്ട്. ഈ ഹ്രസ്വകാല ചുമയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഈ ശ്വാസകോശ സംബന്ധമായ ഏതെല്ലാം അസുഖങ്ങളുടെ ലക്ഷണമായി നമുക്കിതിനെ കാണാൻ സാധിക്കും? രണ്ടു തരത്തിൽ ഇതിനെ സമീപിക്കാം. ഒന്ന്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന അണുബാധ നമ്മുടെ മൂക്ക് തൊട്ട് തൊണ്ട, ലാരിങ്സ്, സ്വനപേടകം, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൾ, അതിൻ്റെ ഉള്ള വായു അറകൽ, നമ്മൾ പറയുക അതിനെ സൈനസ് എന്ന് പറയും. ഈ സൈനസുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഫാരഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ് തുടങ്ങിയ കണ്ടീഷൻ, റൈനൈറ്റിസ്, അലർജി മൂലം ഉണ്ടാകുന്ന തുമ്മൽ, മൂക്കൊലിപ്പ്, ഈ അസുഖങ്ങളിലൊക്കെ തന്നെ ചുമ അസോസിയേറ്റഡ് ആയിട്ട് കാണാറുണ്ട്, അനുബന്ധമായിട്ട് കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇത് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ചുമയും അപ്രത്യക്ഷമായി പോകുന്നതാണ് കാണാറ്. പലപ്പോഴും 2-3 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 4 ആഴ്ചക്കകം തന്നെ ഈ ചുമ മാറിപ്പോകും. അപ്പൊ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളിൽ ചുമ, ഹ്രസ്വകാല ചുമ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശങ്ങളെ നേരിട്ട് ബാധിക്കുന്ന, അതായത് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, ട്രക്കിയയ്ക്ക് താഴെയുള്ള, ശ്വാസനാളിക്ക് താഴെയുള്ള ഭാഗങ്ങൾ, ശ്വാസകോശങ്ങൾ, ഇതിലുണ്ടാകുന്ന അണുബാധ വൈറസ് അണുബാധയാകാം, ബാക്ടീരിയൽ അണുബാധയാകാം, ഫംഗസ് അണുബാധയാകാം. ഇത്തരം അണുബാധകൾ കൃത്യമായ സമയത്ത് മനസ്സിലാക്കി നമ്മൾ അതിനുവേണ്ട ആന്റിബയോട്ടിക് ഔഷധങ്ങൾ വെച്ച് ചികിത്സിക്കുകയാണെങ്കിൽ ചുമ നേരത്തെ സൂചിപ്പിച്ച കാലയളവിനുള്ളിൽ മാറുന്നതാണ് കാണുന്നത്. അപ്പോൾ ശ്വാസകോശങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അണുബാധകൾ, നമ്മൾ വേണമെങ്കിൽ അതിന് ന്യൂമോണിയ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, അത് ഈ ഹ്രസ്വകാല ചുമയ്ക്ക് കാരണമാണ്. അതുപോലെ തന്നെ ശ്വാസകോശങ്ങളിലെ അസുഖങ്ങളായ ആസ്തമ, COPD എന്നിവയിലും ഹ്രസ്വകാല ചുമ കാണാറുണ്ട്. അത്തരം അസുഖങ്ങൾ ഉള്ളവരിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കാലയളവിൽ ചുമ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അത് കൃത്യമായി ചികിത്സിക്കുന്നതോടുകൂടി ഈ ചുമ അപ്രത്യക്ഷമാകുന്നതാണ് പതിവ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തിരുവല്ലയിൽ നിന്നും നയാസ് ആണ്. നയാസ്, ചോദിച്ചോളൂ. നമസ്കാരം. ചോദിച്ചോളൂ, കേൾക്കാം. നയാസ്, നമസ്കാരം ഡോക്ടറെ. ഹലോ. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ദയവായി ചോദിച്ചോളൂ. ഇല്ല, ഞാൻ പുറത്താ. ഡോക്ടർ നമസ്കാരം. ഡോക്ടറിനെ കേൾക്കാം, പറഞ്ഞോളൂ, കാര്യം പറഞ്ഞോളൂ. ഞാൻ ഡോക്ടറെ വിളിക്കുന്നത് എൻ്റെ പേരക്കുട്ടിക്ക് കുറച്ച് കാലം, ഒരു 5-6 മാസത്തിന് മേളിലായി നല്ല ചുമയാണ്. അത് പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, എന്നിട്ടൊന്നും നയാസിന്റെ ചോദ്യം മുഴുവനായില്ല. ചോദ്യം മുഴുവനാക്കിക്കോളൂ, പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 മാസമായിട്ട് പല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്, ഒരുപാട് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു കുറവായിട്ടൊന്നും കാണിക്കുന്നില്ല ഡോക്ടർ. അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് അറിയാനാ. ഇത് ചെറിയ കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് 6 മാസമായിട്ട് ചുമ കുറഞ്ഞില്ല എന്ന് പറയുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആന്റിബയോട്ടിക്സ് കഴിക്കുകയാണെങ്കിൽ, ആന്റിബയോട്ടിക് ഔഷധങ്ങൾ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അത്തരം ചുമ മാറുമായിരുന്നു. ഇത് 6 മാസമായിട്ട് നീണ്ടു നിൽക്കുന്ന ചുമയാണ് പറഞ്ഞു വന്നത്. ഒരു പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ കുട്ടിയുടെ മുത്തച്ഛൻ, മുത്തശ്ശി തുടങ്ങിയവർക്ക് ആസ്മ പോലുള്ള രോഗമുണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടിക്ക് ചുമ ആയി ആസ്മ പ്രത്യക്ഷപ്പെടാറുണ്ട്, നീണ്ടു നിൽക്കുന്ന ചുമയായിട്ട്. പലപ്പോഴും നമ്മൾ ഇത്തരം കണ്ടീഷൻ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരെ മാറ്റി കാണിക്കുകയാണ് പലപ്പോഴും പതിവ്. പല ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് കുട്ടിക്ക് വേണ്ടി. ആ ഒരു പ്രായത്തിൽ ആ കുട്ടിക്ക് ഈ രോഗലക്ഷണങ്ങൾ വെച്ച് ചെയ്യേണ്ട പരിശോധനകൾ ഡോക്ടർമാർ ചെയ്യും, ചികിത്സകളും ചെയ്യും. പക്ഷെ പലപ്പോഴും ഈ ചുമ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ. ഒരു പക്ഷേ കുട്ടിക്കാലത്തുണ്ടാകുന്ന ആസ്മയാകാനുള്ള ഒരു സാധ്യതയും കൂടി ഈ ഒരു സൂചിപ്പിച്ച കേസിലുണ്ട്. അത് പീഡിയാട്രിക്സിലെ ഡോക്ടർമാരെ തന്നെ കാണിച്ച്, അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് പൾമനോളജിസ്റ്റിനെയും കൂടി കാണിച്ച് ഒരു പക്ഷേ നമുക്ക് കൃത്യമായി അതിനെ ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കാനായിട്ട് സാധിക്കും. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹ്രസ്വകാല ചുമയും ദീർഘകാല ചുമയുടെയും കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ദീർഘകാല ചുമയുടെ അഥവാ നീണ്ടു നിൽക്കുന്ന ചുമയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
നമ്മൾ ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മൾ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരുടെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രെയിനിലായാലും ശരി, ബസ്സിലായാലും ശരി, മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ അടുത്തൊരു പനി വന്നു, പനിക്ക് ശേഷം ചുമ നീണ്ടു നിൽക്കുന്നു, ചുമ മാറുന്നില്ല, മാസങ്ങളായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന ചുമ പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ നീണ്ടു നിൽക്കുന്ന ചുമ ഞാൻ നേരത്തെ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും 6 അല്ലെങ്കിൽ 8 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ചുമയാണ് പൊതുവെ ക്രോണിക് കോഫ് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ദീർഘകാല ചുമയായിട്ട് നമ്മൾ വിവക്ഷിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത്തരം കേസിലെ സമീപിക്കുന്നത് 2 തരത്തിൽ നമ്മൾ സമീപിക്കും. ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന, ദീർഘകാലമായി ബാധിക്കുന്ന രോഗങ്ങളുടെ ലക്ഷണമായിട്ട് ഇവിടെ ചുമ പ്രത്യക്ഷപ്പെടാം. അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ, അതായത് ഹൃദയം, അതുപോലെ തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് എന്നിവ മൂലവും ഈ ക്രോണിക് കോഫ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ചില വ്യക്തികൾ, അടിക്കടി സൈനസ് ഇൻഫെക്ഷൻ വരുന്ന ആളുകൾ, അവർക്ക് പോസ്റ്റ് നൈസൽ ഡ്രിപ്പ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ്, അതായത് നമ്മുടെ തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരുന്ന ഒരവസ്ഥ പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. അത്തരം അവസ്ഥ ഉള്ളവർക്ക് അനുബന്ധമായിട്ട് ചുമ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പോസ്റ്റ് നൈസൽ ഡ്രിപ്പുള്ള ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന രീതിയിൽ ദീർഘകാല ചുമ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അലർജിക് റൈനൈറ്റിസ്, അലർജി മൂലം ഉണ്ടാകുന്ന തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ് എന്നിവ ഉണ്ടാകുന്ന ആൾക്കാരിലും പലപ്പോഴും ഇത് ചുമ അസോസിയേറ്റഡ് ആയിട്ട് അനുബന്ധമായിട്ട് കാണാറുണ്ട്. ആ 2 കാര്യങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രോണിക് ലാരിഞ്ചൈറ്റിസ്, നമ്മുടെ സ്വനപേടകത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവരിൽ ഈ ദീർഘകാല ചുമ കാണാറുണ്ട്. ഇതിനുശേഷം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വരികയാണെങ്കിൽ ആസ്തുമ, COPD തുടങ്ങിയ കണ്ടീഷൻസ്. COPD എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. ഇതിൽ രണ്ടിലും പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ ചുമ, കഫം, ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ശ്വാസതടസ്സം, നെഞ്ചിൽ ഭാരം കയറ്റി വെച്ച അവസ്ഥ, അതുപോലെ തന്നെ നെഞ്ചിൽ ടൈറ്റ്നസ്, നെഞ്ചുവേദന തുടങ്ങിയവയൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ന്യൂമോണിയ, നാം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾ, വിവിധ തരത്തിലുള്ള അണുബാധകളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ ഈ സാധാരണ കാണുന്ന ഒരു 12 ആഴ്ചയ്ക്ക് അപ്പുറവും ചിലപ്പോൾ ചില വ്യക്തികളിൽ, രോഗപ്രതിരോധ സംവിധാനം താറുമാറായ വ്യക്തികളിൽ ന്യൂമോണിയ നീണ്ടു നിൽക്കാം. ചിലപ്പോൾ ചില ഫംഗൽ ന്യൂമോണിയ ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം കണ്ടീഷനുകളിലും പൊതുവെ തനതായിട്ടുള്ള ശ്വാസകോശ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ദീർഘകാലമുള്ള ചുമ കാണാറുണ്ട്. അതുപോലെ തന്നെ ബ്രോങ്കിക്ടാസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്വാസകോശങ്ങളിലെ ഘടനയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം ഈ കഫം പുറത്തേക്ക് പോകാൻ, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മ്യൂക്കോസിലിയറി ക്ലിയറൻസ് മെക്കാനിസം തടസ്സപ്പെടുകയും കഫം കെട്ടിക്കിടക്കുകയും അതിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ധാരാളമായിട്ടുള്ള ചുമയും കഫവും വരുന്ന, ചിലപ്പോൾ ഫൗൾ സ്മെല്ലിംഗ് കോഫ് എന്ന് പറയും, മണം ഉള്ള കഫം വരുന്ന അവസ്ഥ, ആ കണ്ടീഷനാണ് ബ്രോങ്കിക്ടാസിസ്. ബ്രോങ്കിക്ടാസിസ് മൂലവും അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന ശ്വാസകോശങ്ങൾക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാക്കുന്ന അത്തരം കണ്ടീഷനുകളിലും ചുമ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിന്റെ ചുമ പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിലും കഫം ഇല്ലാത്ത ചുമയാണ് കണ്ടുവരുന്നത്. അതേസമയം ബ്രോങ്കിക്ടാസിസിൽ കഫം ഉള്ള ചുമയാണ് കണ്ടുവരുന്നത്. ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച COPD എന്ന് പറയുന്ന കണ്ടീഷനിലും 2 തരത്തിൽ സംഭവിക്കാറുണ്ട്. ഒന്ന് കഫമുള്ള ചുമയും, അതിൽ തന്നെ എംഫിസീമ എന്ന വകഭേദത്തിൽ കഫം കുറഞ്ഞ ചുമ മാത്രമായിരിക്കും പ്രധാന ലക്ഷണം, ചുമയും ശ്വാസമുട്ടലായിരിക്കും പ്രധാന ലക്ഷണം. ഇതെല്ലാമാണ് പ്രധാനമായും ശ്വാസകോശങ്ങളെ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ദീർഘകാല ചുമ. ഇതോടൊപ്പം തന്നെ ഈ ചുമയോടൊപ്പം തന്നെ ശ്വാസം മുട്ടലും, മുഖത്ത് നീര്, അതുപോലെ തന്നെ കൈകാലുകളിൽ നീര്, വയറ്റിൽ നീര് എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ, രോഗികൾക്ക് രാത്രികാലങ്ങളിലാണ് ശ്വാസം മുട്ടൽ കൂടുതൽ ഉണ്ടാകുന്നത്, ചുമ കൂടുതൽ ഉണ്ടാകുന്നതെങ്കിൽ പലപ്പോഴും അത് കാർഡിയക് ഫെയിലിയർ മൂലവും ഉണ്ടാകാറുണ്ട് ഈ ദീർഘകാല ചുമ. അതുപോലെ തന്നെ സിറോസിസ് മൂലം അസൈറ്റിസ്, വയറ്റിൽ നീര് അനുഭവപ്പെടുന്നവർക്കും പലപ്പോഴും അതിന്റെ അനുബന്ധമായിട്ട് ശ്വാസകോശങ്ങളുടെ പുറമേയുള്ള പ്ലൂറൽ കാവിറ്റിയിലേക്ക് നീർക്കെട്ട് മൂലം ചുമ അനുഭവപ്പെടാറുണ്ട്. മറ്റൊരു കണ്ടീഷൻ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. ദഹന സംബന്ധമായ ആസിഡ് കലർന്ന നീര് ഈസോഫാഗസിലേക്ക് എത്തിപ്പെടുകയും അത് ആസ്പിറേഷൻ മൂലം ട്രക്കിയയിൽ അല്ലെങ്കിൽ ശ്വാസനാളിയിലേക്ക് എത്തിപ്പെട്ട്
അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇറിറ്റന്റ് കോഫ് രാത്രികാലങ്ങളിൽ പലപ്പോഴും ദീർഘകാലമായിട്ട് ഉണ്ടാകുന്ന ചുമയുടെ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. ഇതിനു പുറമെ ന്യൂറോളജിക്കൽ ഡിസീസ്, നമ്മുടെ ബ്രെയിനിന്റെ ചില തരക്കേടുകൾ മൂലവും അതുപോലെ തന്നെ ഡയഫ്രത്തിന്റെ പ്രശ്നങ്ങൾ മൂലവും ന്യൂറോളജിക്കൽ ഡിസീസിന്റെ ഭാഗമായിട്ടും നീണ്ടു നിൽക്കുന്ന ചുമ കണ്ടുവരുന്നു. മറ്റു ചില കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ വോക്കൽ കോഡ് ഡിസ്ഫങ്ഷൻ സിൻഡ്രോം, നമ്മുടെ സ്വനപേടകത്തിൽ ഉണ്ടാകുന്ന ചില തരക്കേടുകൾ, അതിന്റെ ഭാഗം വോക്കൽ നൊഡ്യൂൾസിന്റെ ഭാഗമായിട്ട് ചില വ്യക്തികളിൽ ദീർഘകാലമായിട്ടുള്ള ചുമ കാണാറുണ്ട്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഈ പുകവലിയും ചുമയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പുകവലി ശ്വാസകോശത്തിന് എത്രത്തോളം ഹാനികരമാണ്? പുകവലി ശീലമായുള്ള ആൾക്കാരിൽ അവരുടെ ഒരു കൂടപ്പുറപ്പ് പോലെ കാണുന്ന ഒരു ലക്ഷണമാണ് ചുമ. അതുകൊണ്ടാണല്ലോ നമ്മൾ പൊതുവെ ചുമയെ കുറിച്ച് അസസ് ചെയ്യുമ്പോൾ ഈ വ്യക്തി അല്ലെങ്കിൽ രോഗി പുകവലിക്കാരനാണെങ്കിൽ ആദ്യമായി ചികിത്സകരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്കുണ്ട്, സ്മോക്കേഴ്സ് കോഫ്. നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് ഒരാൾ പുകവലിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസക്കുഴലിലേക്ക് എത്തുന്ന ഈ പുക ശ്വാസക്കുഴലുകളിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ട് കഫം അവിടെ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ശ്വാസക്കുഴലുകളിൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന കഫം പുറത്തേക്ക് തള്ളാനുള്ള ഒരു പ്രവണതയും നിയതമായ ഒരു പ്രവണത ശ്വാസകോശങ്ങളുടെ ഈ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന ചുമ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് പുകവലിക്കാരിൽ. അതുകൊണ്ടാണ് സ്മോക്കേഴ്സ് കോഫ് എന്നുള്ള രീതിയിൽ പലപ്പോഴും വർണ്ണിച്ചു വരുന്നത്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. നമുക്കൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നും ജോസഫ് ആണ്. ജോസഫ്, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. സാറേ, എനിക്ക് 2 വർഷം കൊണ്ട് എനിക്ക് തൊണ്ട വേദന ഉണ്ട് സാറേ. കേട്ടോ, ഹലോ, പറയൂ സാറേ, എനിക്ക് 2 വർഷം കൊണ്ട് എനിക്ക് തൊണ്ടവേദന ഉണ്ട് കേട്ടോ. ഞാൻ 2-3 ENT ഡോക്ടർമാരെ കണ്ടു. പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ കുറയും, വീണ്ടും മരുന്ന് കഴിഞ്ഞ് നിർത്തുമ്പോൾ വീണ്ടും കുറയും. 2 വർഷം കൊണ്ട് ആ ലെവൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നു. തൊണ്ട കുത്തി ചുമയുണ്ട് സാറേ. ഞാനിവിടെ ഈ സംസാരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ചുമയുടെ ഒരു കാരണം നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ തൊണ്ട, അതുപോലെ തന്നെ ലാരിങ്സ് അല്ലെങ്കിൽ സ്വനപേടകം, അതുപോലെ തന്നെ നമ്മുടെ മൂക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ നീണ്ടു നിൽക്കുന്ന ചുമ ഉണ്ടാകാം. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞ ദീർഘകാലമായിട്ടുള്ള തൊണ്ടവേദനയും വിട്ടുമാറാത്ത ചുമയും അത് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒന്നുകൂടി പരിശോധിപ്പിച്ച് കാര്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്, അത്യാവശ്യമാണ്. 3 പേര് മരുന്ന് 2 വർഷം കൊണ്ട് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല. അതാണ് പറഞ്ഞത്. ഒന്നുകൂടി ഡോക്ടർമാരെ തന്നെ കാണിച്ച് ഈ വിവരം പറഞ്ഞാൽ അവർ നേരത്തെ ചെയ്യാത്ത എന്തെങ്കിലും പരിശോധനകളോ അവർ നേരത്തെ ചിന്തിക്കാത്ത എന്തെങ്കിലും രോഗ കാരണങ്ങളോ ഉണ്ടെങ്കിൽ അത് അവർക്ക് ചിന്തിക്കാനും പരിശോധനകൾ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ഒന്നുകൂടി ഡോക്ടറെ കാണിക്കും. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പുകവലി ശ്വാസകോശത്തിന് എത്രത്തോളം ഹാനികരമാണ് എന്നുള്ളതാണ്. തുടർന്നോളൂ. നമ്മൾ പറഞ്ഞു സ്മോക്കേഴ്സ് കോഫിനെ കുറിച്ചാണ് ഒടുവിൽ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ പുകവലി ശ്വാസകോശങ്ങളെ സംബന്ധിക്കുന്ന പല രോഗങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗൗരവതരമായ ശ്വാസകോശത്തിലെ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു ശീലമാണ്, പൊതുജനങ്ങളിൽ കാണുന്ന ഒരു ശീലമാണ് പുകവലി. അതുകൊണ്ട് തന്നെയാണ് പുകവലി, ഈ സിഗരറ്റ്, അതുപോലെ തന്നെ ബീഡി, അതുപോലെ തന്നെ ഹുക്ക, ഇതിലൊക്കെ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തുകൊണ്ടാണ് അത് വിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ശീലങ്ങൾ പൊതുവെ ആളുകൾ ഉപേക്ഷിക്കേണ്ട ശീലങ്ങളാണ്. നമ്മുടെ ആരോഗ്യ ഒരു സമ്പത്ത് എന്നുള്ള രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. പുകവലി മൂലം നമുക്ക് COPD പോലെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പുകവലി മൂലം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത 50% കൂടുതലാണ്. പുകവലിക്കാത്ത ഒരാളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പുകവലിക്കുന്ന ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാഹചര്യം 50% കൂടുതലാണ്. അതുപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാഹചര്യവും കൂടുതലാണ്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഈ നീണ്ടു നിൽക്കുന്ന ചുമ പോസ്റ്റ് കോവിഡ് കാലത്ത് പലരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനുള്ള പ്രധാന കാരണം എന്താണ്?
നമ്മൾ 20, 21, 22 വർഷങ്ങൾ കോവിഡ് മൂലം ഒരു പാൻഡമിക് ആയിട്ട് വ്യാപിക്കുകയും വിവിധ രാജ്യങ്ങളിൽ ഇത് കണ്ടെത്തുകയും നമ്മുടെ ഇന്ത്യയിൽ ഇത് വലിയ തോതിൽ കോവിഡിന്റെ ഒരു തരംഗം പല തരംഗങ്ങൾ ഉണ്ടായി. കേരളത്തിൽ അത് ഉണ്ടായി. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ കോവിഡ് വരാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കാം. അതോടൊപ്പം തന്നെ അതിനെ കൃത്യമായി ചെറുത്തു നിൽക്കുകയും അതുപോലെ വാക്സിനേഷൻ കൃത്യമായി എടുക്കുകയും മൂലം നമുക്ക് ആ കോവിഡിനെ ഒന്നും എല്ലാവരും മോചിതരായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ പൊതുവെ ആശുപത്രികളിൽ എത്തുന്ന പല ആൾക്കാരിലും ഈ കോവിഡ് വന്ന് മാറിയ ആൾക്കാരിൽ ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസ്, അണുബാധയും മറ്റും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചുമ നീണ്ടു നിൽക്കുന്നതായി കാണുന്നു. ഇതിനെക്കുറിച്ച് പൊതുവെ വിവിധ തരം ചാനലുകളും അതുപോലെ തന്നെ വിവിധ തരം പഠനങ്ങളിൽ നിന്നും വെളിപ്പെട്ട ഒരു കാര്യം ആണെന്ന് വെച്ചാൽ, കോവിഡ് വന്ന വ്യക്തികളിൽ ശ്വാസകോശങ്ങളുടെ ഓവർ റിയാക്റ്റീവ്നെസ്, ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ഉണ്ട് എന്നതാണ്. അത്തരം ആളുകൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ശ്വാസകോശങ്ങൾ വളരെയധികം പെട്ടെന്ന് പ്രതികരിക്കുന്നു. അതിന്റെ ലക്ഷണമായിട്ട് ചുമ വരുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. ഇവരെ നമ്മൾ പൊതുവെ വിവിധതരം ടെസ്റ്റുകൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ പോലും എക്സ്റേ അതുപോലെ തന്നെയുള്ള പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, അതിനുശേഷം ഈ ചുമ നീണ്ടു നിൽക്കുകയാണെങ്കിൽ CT സ്കാൻ അടക്കമുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അവർക്ക് മറ്റ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും കണ്ടുവരുന്നില്ല. അതേസമയം ഈ രോഗലക്ഷണമായുള്ള ചുമ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനെ പൊതുവെ വിലയിരുത്തുന്നത് ശ്വാസകോശങ്ങളുടെ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അത് ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ധാരാളം പേർക്കുണ്ട്. അത് ആണ് ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ചുമ ഈ മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? സാധാരണ നമ്മൾ ചുമ വരുമ്പോൾ പലരും അത് ചെറിയ സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ എടുത്ത് ഒരാഴ്ച ഒക്കെ നമ്മൾ സാധാരണ തണുപ്പില്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയും ചൂടുവെള്ളം കുടിക്കുകയും സലൈൻ ഗാർഗിളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പിന്നെ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ അതിന് ആന്റിബയോട്ടിക് ഡോക്ടർമാർ നൽകും, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഇതാണ് കൊടുക്കാറ്. കോഫ് സപ്രസൻസോ അല്ലെങ്കിൽ കഫമുള്ള ചുമയാണെങ്കിൽ എക്സ്പെക്ടോറൻസോ ഒക്കെ കൊടുക്കും. ഇത് സാധാരണ വലിയ തോതിൽ മാറിപ്പോകാറുമുണ്ട്. എന്നാൽ പലപ്പോഴും ഇതിന് മാറാതെ വലിയ ശതമാനം ആൾക്കാരിൽ ഇപ്പോൾ ചുമ ഇതുപോലെ നീണ്ടു നിൽക്കുന്നുണ്ട്. അതിന്റെ ചികിത്സ കൃത്യമായി തുടരണം എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. പലപ്പോഴും ഇത്തരം ചുമകൾ ചെറിയ തോതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റ് ഉള്ള സ്റ്റീറോയിഡ് കലർന്ന മരുന്നുകൾ കൊടുക്കുമ്പോഴാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി കണ്ടുവരുന്നത്. അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ഈ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആയിട്ടുള്ള ശ്വാസകോശങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പലപ്പോഴും സ്റ്റീറോയിഡ് അടങ്ങിയ ടാബ്ലറ്റുകൾ കൂടി കൊടുത്തുകൊണ്ട് അതിനെ നിയന്ത്രിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾ പല രോഗികളെ ചികിത്സിക്കുന്നതിലൂടെ മനസ്സിലായിട്ട്. ഡോക്ടർ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒന്നാണ് ഈ COPD എന്ന് പറയുന്നത്. എന്താണ് ഈ COPD രോഗം? ഇത് പൊതുജനങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു രോഗമാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ മരണകാരണമായ 10 രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2ഓ 3ഓ സ്ഥാനത്ത് നിൽക്കുന്നതാണ് COPD. വേൾഡ് വൈഡ് ആയിട്ട് അത് 3ആം സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും 2ആം സ്ഥാനത്ത് ഇന്ത്യയിൽ COPD വരുന്നു എന്നുള്ളതാണ്. ആദ്യ ഭാഗത്ത് നിൽക്കുന്ന കാർഡിയോവാസ്കുലർ ഡിസീസുകളാണ്. അതായത് ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ സ്ട്രോക്ക് സംബന്ധമായ രോഗങ്ങൾ കൊണ്ടാണ് കൂടുതൽ മരണവും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെ COPD എന്ന് പറയുന്ന രോഗം ഉണ്ട്. അതൊരു സൈലന്റ് കില്ലർ എന്നുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. COPD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്വാസകോശങ്ങളിലേക്ക് ദീർഘകാലമായി പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശങ്ങൾക്ക് ഹാനികരമായ ഫ്യൂംസ്, വാതകങ്ങൾ, പൊടിപടലങ്ങൾ, പുക എന്നിവ അന്തരീക്ഷത്തിൽ നിന്നും പ്രവേശിക്കുന്നത് മൂലം ദീർഘകാലമായി ശ്വാസകോശങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, കഫത്തിന്റെ പ്രൊഡക്ഷൻ, കഫം ധാരാളമായി വരുന്നതും ശ്വാസനാളിയിൽ അതിൻ്റെ നീർക്കെട്ട് മൂലം ശ്വാസനാളിയുടെ വ്യാസം കുറഞ്ഞു വരും. അതുകൊണ്ട് ഇത് അനുഭവപ്പെടുന്ന വ്യക്തികളിൽ ശ്വാസതടസ്സവും ചുമയും കഫവും ഒരു തുടർ പ്രക്രിയയായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. ഇതിനെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് പറയാറ്. ഒബ്സ്ട്രക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശ്വാസതടസ്സത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യയിൽ വലിയ തോതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പുകവലിക്കാരിലാണ് ഇത് കണ്ടുവരുന്നത്, വലിയ തോതിൽ കണ്ടുവരുന്നത്. അതേസമയം സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് വിറകടുപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ, അതിലെ പുക ശ്വസിച്ചിട്ടൊക്കെയാണ് സ്ത്രീകളിൽ ഇത് വരുന്നത്.
അന്തരീക്ഷ മലിനീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പുരുഷന്മാരിൽ പുകവലി ഒരു വലിയ ഘടകമാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ ഹലോ ഡോക്ടറിന് ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയുടെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമായിരുന്നു ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് കേരള ഹെൽത്ത് സർവീസസിലെ പൾമണറി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ പി സജീവ് കുമാർ ആയിരുന്നു. വളരെ നന്ദി ഡോക്ടർ. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.